നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പിണറായിസം തുലയട്ടെ, ആ മുദ്രാവാക്യത്തിന് തൽക്കാലം വിട. കാരണം പിണറായിസത്തെ തുലച്ചു. പിണറായിസം എന്ന് പറയുന്ന ഒരു വാക്ക് ഇനി നമ്മുടെ കേരളത്തിൽ ആരും ഉപയോഗിക്കില്ല. ഇനിയും മമതയിസം അവസാനിക്കട്ടെ, മമതയിസം തുലയട്ടെ. ഇനി ഇതായിരിക്കും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയെടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം. ആ മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് നേരത്തെ പിണറായിസത്തിനെതിരായ മുദ്രാവാക്യം വിളിച്ച അതേ ആൾ തന്നെ PV അൻവർക്ക. ബാക്കിയുള്ളവരൊക്കെ സ്നേഹത്തോടെ അമ്പൂക്ക എന്ന് വിളിക്കും. ഈ അമ്പൂക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അമ്പൂക്കയുടെ കടുത്ത തീരുമാനം വന്നു. ഇന്നു മുതൽ ഞാൻ തൃണമൂൽ കോൺഗ്രസ്സിൽ ഉണ്ടാകില്ല. സത്യത്തിൽ ഈ തൃണമൂൽ കോൺഗ്രസ്സിൽ മമതാ ബാനർജിക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരാൾ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്നും പറഞ്ഞ് നടക്കുന്നതായിട്ട്. എനിക്ക് തോന്നുന്നില്ല പിന്നെ മമതാ ബാനർജി ഇത് അറിഞ്ഞുകൊണ്ടൊക്കെയാണ് ഈ പണി കാണിക്കുന്നതെന്ന്. TMCയുടെ ചിഹ്നം കൊടുത്തില്ലത്രേ. അന്നേരം മുതൽ തന്നെ തുടങ്ങി ഈ പ്രശ്നങ്ങൾ. ഇത്തവണ മത്സരിക്കാൻ TMCയുടെ ചിഹ്നം കൊടുത്തില്ല, പകരം സ്വന്തം ഏതൊക്കെയോ ചിഹ്നത്തിലാണ് മത്സരിച്ചത്. അങ്ങനെ ആകപ്പാടെ ഫ്രസ്ട്രേറ്റഡ് ലൈഫാണ് ഈ പറയുന്ന PV അൻവറിൻ്റേത്, അമ്പൂക്കയുടേത്. അങ്ങനെ അമ്പൂക്ക ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഞാനില്ല തൃണമൂൽ കോൺഗ്രസിൽ. മമതാ ബാനർജി ഇനി നേരിട്ട് കത്തയച്ച് വിളിച്ചിരുന്നാലും ഫോണിൽ വിളിച്ചിരുന്നാലും ശരി, ഇനി അതല്ല മമതാ ബാനർജി നേരിട്ട് കേരളത്തിലേക്ക് വന്ന് ഒതായിയിലെ വീട്ടിലെത്തി തന്നെ നേരിട്ട് കണ്ട് ക്ഷണിച്ചിരുന്നാൽ പോലും ഞാനിനിയില്ല തൃണമൂൽ കോൺഗ്രസിലേക്കെന്ന് അടിയുറച്ച തീരുമാനം, ശക്തമായ തീരുമാനം. ഇങ്ങനെ വേണം ആൺകുട്ടികളായ. PV അൻവറിന് ഒരു ബിഗ് സല്യൂട്ട്. കാര്യം അങ്ങനെ വേണമെന്നേ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ പിണറായിസം എന്ന് പറയുന്ന ഒരു ഇസത്തെ തകർത്ത് തരിപ്പണമാക്കി തൂത്തെറിഞ്ഞ് മരുമോനിസം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഇവിടെ കേരളത്തിൽ തന്നെ ഇല്ലാതാക്കി. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇതാ മമതായിസത്തിനെതിരായിട്ടുള്ള കടുത്ത പോരാട്ടത്തിലാണ് നമ്മുടെ PV അൻവർ അല്ലെങ്കിൽ അമ്പൂക്ക. അമ്പൂക്കയ്ക്ക് നിലപാടുകൾ എത്രയുണ്ട് എന്ന് ചോദിക്കുന്നില്ല. കാരണം നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പലരെയും നിലമ്പൂർ ആയിഷ അടക്കമുള്ള വലിയ CPMകാരെ പോലും ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ആയിഷ ഞങ്ങളുടെ കൂടെയാണ് എന്ന് പറയുന്ന ഒരു നാണംകെട്ട ചളിപ്പില്ലാത്ത ഉളുപ്പില്ലാത്ത പരിപാടി ഉണ്ടായിരുന്നില്ല PV അൻവർ ഉപയോഗിച്ച്. വലിയ നാണംകെട്ട പരിപാടിയായിപ്പോയത്. കാര്യം പിന്നെ അവർ വിചാരിച്ച് എന്താണ്, ഇത് ഇടതുപക്ഷത്തിൻ്റെ MLA ആയിട്ടാണല്ലോ പോയത്, ഇമാതിരി കാട്ടായം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ ആണ് എന്ന് സത്യം പറഞ്ഞാൽ ഐഷത്ത അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഈ PV അൻവർ എന്ന് പറയുന്ന ഒരാളെ ചേർത്ത് നിർത്തില്ല. അത് പിന്നീട് ഐഷ തന്നെ പറയുകയും ചെയ്തല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അപ്പം ഏതൊരു വിധത്തിലും കള്ളത്തരം കൊണ്ട് പിടിച്ചു നിൽക്കാനും നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും കഴിയാത്ത ഒരു നേതാവാണ് PV അൻവർ എന്ന് സ്വയം ബോധ്യപ്പെടുത്തി നമുക്ക് തരികയാണ് അമ്പൂക്ക. കാരണം വേറൊന്നുമല്ല, മറ്റൊരു കാര്യം കൂടി നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡാൻസ് ഓഫ് ടീമല്ല സ്വർണം പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദമുണ്ടാക്കിയില്ലേ? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ ആ ഡാൻസ് ഓഫ് ടീമിനെതിരായിട്ട് കൊണ്ടുവന്നിറക്കിയത് ആരെയാണ്? സ്വർണ്ണക്കടത്തുകാരെ. എന്ന് വെച്ചാൽ സ്വർണം കരിപ്പൂർ അടക്കമുള്ള നെടുമ്പാശ്ശേരി അടക്കമുള്ള വിമാനത്താവളങ്ങളിലേക്ക് അനധികൃതമായി സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയ ആൾക്കാരെ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നിരുത്തിക്കൊണ്ട് ഞങ്ങൾ കടത്തിക്കൊണ്ടുവന്ന സ്വർണം ഡാൻസ് ഓഫ് ടീം പൊട്ടിച്ചു എന്ന് മൊഴി കൊടുക്കാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു നേതാവേ നമ്മുടെ കേരളത്തിലുള്ളൂ. ആ ആളുടെ പേര് അമ്പൂക്ക എന്നാണ്. ഈ മരുമോനിസം എന്നുള്ള പേര് ഓമന പേരിട്ടുകൊണ്ട് ഇവിടെ മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ, അതും ചുവപ്പിൻ്റെ കോട്ടയായ ബേപ്പൂരിൽ പോയി മത്സരിച്ച് പരാജയപ്പെടാൻ ഒരുങ്ങുന്ന അമ്പൂക്ക, അതിനും കൊടുക്കണം ധൈര്യം, അതിനും കുറച്ച് വേണം ധൈര്യം. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രസ്താവനയാണ്, ഞാൻ ഇനിയും തൃണമൂൽ കോൺഗ്രസ്സിലില്ല, തൃണമൂൽ കോൺഗ്രസ് വിടുന്നു, അടുത്ത മെയ് മാസം 15-ാം തീയതിയോട് കൂടി പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. എന്ത് കഷ്ടമല്ലേ ഒരു മനുഷ്യൻ്റെ അധപ്പതനം എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഒന്നുമില്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രനായി നിന്ന് MLA ആയി അത്യാവശ്യം പിന്തുണയോടുകൂടി നിന്ന ഒരു നേതാവാണ്. അന്ന് അദ്ദേഹത്തിന് ഒരു എന്താ പറയുക, ഒരു കരുത്തനായ നേതാവ് എന്നൊരു തോന്നൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒരു മണ്ടത്തരം എന്നുള്ള നിലയിൽ നിന്നിട്ട് പിണറായി എൻ്റെ പിതാവിനെ പോലെയാണ്, അച്ഛനായി കാണുന്നു, സൂര്യ തേജസ്സോടെ ജ്വലിച്ചു നിൽക്കുന്നു എന്നൊക്കെ, മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നൊക്കെ അപദാനങ്ങളൊക്കെ പാടി പുകഴ്ത്തി എന്നൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ കാര്യമാക്കി. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പിണറായിയുടെ പിന്നിൽ നിന്ന് കുത്തി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ വേറെ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്നു. എന്തൊരു കഷ്ടമാണ് എന്നാലോചിച്ച് നോക്കൂ. ഒരു ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രനായ ഒരു MLA ആയിട്ടിരിക്കുകയാണ് നിലമ്പൂരിൽ നിന്ന്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു? MLA സ്ഥാനം അങ്ങ് പോയി കിട്ടി.
എന്നിട്ട് DMK എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനായിട്ട് സ്റ്റാലിനെ കാണാൻ പോയി. സ്റ്റാലിൻ കാണാനുള്ള സമയം പോലും സന്ദർഭം പോലും ഉണ്ടാക്കിയില്ല. കാര്യം എന്താ? ഇവിടെ കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് പിണങ്ങി പിരിഞ്ഞു വന്ന ഒരു ഇടത് MLA ആയ ഒരാളെ ഉൾക്കൊള്ളാനോ കാണേണ്ടതോ ആയ ആവശ്യം തനിക്കില്ല എന്ന് MK സ്റ്റാലിൻ വ്യക്തമാക്കി. അപ്പോൾ അതുകൊണ്ട് DMK എന്ന് പറയുന്ന ഒരു, അതായത് ദ്രാവിഡ മുന്നേറ്റ കഴകം, അതാണ് ഉദ്ദേശിച്ചത്, അതിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലേക്ക് PV അൻവറിനെ അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാൻ സ്വയം മാറാൻ അൻവറിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് PV അൻവർ കേരളത്തിൽ വന്ന് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതുമായി മുന്നോട്ട് പോകുന്ന ഒരു നാണംകെട്ട പരിപാടി. എന്നിട്ട് കുറച്ച് പേരെ അതിലൂടെ അവിടുന്ന് വിടുന്നതെല്ലാം വലിച്ചു ചേർത്തിട്ട് ഏറ്റവും ഒടുവിൽ അതും വിട്ടു തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ പോയി. ആ സമയം ആയപ്പോഴത്തേക്ക് സജി മഞ്ഞക്കടമ്പിൽ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ മോൻസ് ജോസഫുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ട് നേരെ അതിനകത്തേക്ക് പോയി ചാടുകയും ചെയ്തു. കോട്ടയത്ത് ഇപ്പോൾ ഏതാണ്ട് മല മറിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവിടെ ഒരു മലയും മറിഞ്ഞതുമില്ല. അവിടെ എവിടെയോ എനിക്ക് തോന്നുന്നു ജോസ് ജംഗ്ഷനിലോ മറ്റോ ഒരു തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആഫീസിൽ നിന്ന് കണ്ട് എഴുതി വെച്ചേക്കുന്ന ഒരു ബോർഡ് മാത്രം മിച്ചം, അല്ല അവിടെ ഒന്നും ആരെയും കാണാനുമില്ല. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ്, ഇത്രയും ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ നടക്കുകയും തെരഞ്ഞെടുപ്പ് നടക്കുകയും സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഒരു തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരാൾക്ക് പോലും പ്രാതിനിധ്യം കൊടുക്കാൻ കോൺഗ്രസോ UDFോ തയ്യാറായിട്ടില്ല. PV അൻവർ അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അതായത് ഈ പറയുന്ന ഇത്രയും മണ്ഡലങ്ങളുണ്ടല്ലോ, 140 മണ്ഡലങ്ങളുണ്ട് UDF മത്സരിക്കുന്നത്. കോൺഗ്രസ് മാത്രമല്ല UDF എന്ന് പറയുന്ന മുന്നണി മത്സരിക്കുന്നത്. എവിടെയെങ്കിലും ബേപ്പൂർ ഒഴികെ വേറെ എവിടെയെങ്കിലും PV അൻവറിൻ്റെ പ്രസംഗം നമ്മൾ കേട്ടിരുന്നോ? ഈ PV അൻവറാണ് പറയുന്നത്, ഞാൻ പിണറായിസത്തിനെതിരെ പോരടിക്കാൻ ഇറങ്ങുകയാണ്, ഞാൻ മരുമോനിസത്തിനെതിരെ പോരടിക്കാൻ ഇറങ്ങുകയാണെന്ന് പറയുന്നത്. എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഒരു വേദിയിൽ പോലും UDFകാർ നിങ്ങളെ വിളിച്ചിട്ടില്ല പ്രസംഗിക്കാൻ. ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിലെ ഒരു നേതാവിനെ പോലും വിളിച്ചിട്ടില്ല. ഒടുവിൽ തൃണമൂൽ കോൺഗ്രസ്സുകാർ കൈവിട്ട് കളഞ്ഞു. ഇങ്ങനെയൊരു നേതാവ് ഞങ്ങൾക്കില്ല, ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി ഞങ്ങൾക്കില്ല. സ്വയമേവ ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കുകയാണ് പുള്ളി ചെയ്തത്. ഞങ്ങൾ പിന്തുണയ്ക്കില്ല PV അൻവറിനെ എന്ന് തൃണമൂൽ കോൺഗ്രസ് അസന്നിഗ്ധമായി പറയുന്നൊരു സാഹചര്യമുണ്ടായി. എന്നിട്ട് നാണമില്ലാതെ അതേ ബാനറിൽ നിന്ന് മത്സരിക്കുന്നു. പിന്നെ ഇതുപോലുമില്ല, ചിഹ്നം പോലും കൊടുക്കാതെ. എന്നിട്ട് ഇപ്പം മമത എനിക്ക് എന്തൊരു ഇത്, അവർക്കെതിരെയൊക്കെ പോയി എവിടം വരെ എത്തിപ്പെടാനാണ് PV അൻവർ? മമതാ ഐസത്തിനെതിരായിട്ട് മത്സരിക്കാൻ പോയിട്ട് എവിടം വരെ എത്തിച്ചേരാനാണ്? എന്നിട്ട് നിങ്ങൾ പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്ന് തോന്നിയിട്ട് ഞങ്ങൾ എക്കാലവും കോൺഗ്രസിനൊപ്പം രാഹുൽജിയാണ് എൻ്റെ നേതാവ്, രാഹുൽജിക്കൊപ്പം ഞാൻ പിടിച്ചു നിൽക്കും, രാഹുൽജി എന്ത് ചെയ്താലും ഞാൻ പിന്നെ വെള്ളം തൊടാതെ വിഴുങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നടക്കുന്നത്. ഇവിടെ രാഹുൽജിക്ക് തന്നെ അറിയില്ല രാഹുൽജിയുടെ ഭാവി എന്താണെന്ന്. ഈ രാഹുൽജി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്ക് പോലും അറിയില്ല രാഹുൽ ഗാന്ധിയുടെ ഇനി ഭാവി പരിപാടി എന്താണെന്ന്. പലരും ചോദിക്കാറുണ്ടായിരുന്നു, രാഹുൽജി അടുത്ത എന്താ പ്ലാൻ? ആർക്കറിയാമെന്നാണ് രാഹുൽജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടേക്കാണ് ചെന്ന് കയറി കൊടുക്കാൻ പോകുന്നത്. ഓരോ മനുഷ്യൻ്റെ ഈ അവസ്ഥാന്തരങ്ങൾ എന്ന് പറയില്ലേ, അതാണ് ശരിക്കും നമ്മൾ ഈ അമ്പൂക്കയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ആകപ്പാടെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പാതിരാത്രിയിൽ KC വേണുഗോപാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാത്രി മാത്രം നടന്ന് ശീലമുള്ള ഒരു നേതാവിനെ പറഞ്ഞു വിട്ടിരുന്നു പാതിരാത്രിയിൽ 11:45 ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടേ. അങ്ങനെ കാണുകയും ചെയ്തു, സംസാരിക്കുക, എന്തോ ഉറപ്പ് കൊടുത്തു. KC പറഞ്ഞു അത്രേ, അമ്പൂക്ക നിങ്ങൾ എത്ര വേണേ മുന്നോട്ട് പോയിക്കോളൂ, പിന്നിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. ആ വാക്കും വിശ്വസിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അമ്പൂക്ക ഇക്കണ്ട കളികളെല്ലാം കളിക്കുന്നത്. ഇനി നാളെ ഒടുവിൽ ഈ പറയുന്ന ഗത്യന്തരമില്ല, തൃണമൂൽ കോൺഗ്രസും വിട്ടു. ഇനിയിപ്പോൾ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഒരു 10-50 പേരെ വെച്ചുണ്ടാക്കും. എന്നിട്ട് ഈ പറയുന്ന ഈ ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാൽ, ബേപ്പൂർ മണ്ഡലത്തിൽ അമ്പൂക്ക പരാജയപ്പെട്ടാൽ അമ്പൂക്കയുടെ രാഷ്ട്രീയ ഭാവി അവതാളത്തിലാണ്. പിന്നെ അമ്പൂക്കയ്ക്ക് ദേശീയ മുസ്ലിം പദവി സ്വീകരിക്കാം, എന്ന് വെച്ചാൽ BJPയിലേക്ക് പോവാം. BJPയിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, ദേശീയ മുസ്ലിം എന്ന് പറയുന്ന ഒരു പദവി കിട്ടും. അപ്പോൾ അമ്പൂക്കയ്ക്ക് ദേശീയ മുസ്ലിം ആകാം. അപ്പം ദേശീയ മുസ്ലിം ആയിക്കൊണ്ട് BJPക്കാരനായ ഒരു നേതാവായി മാറാം, ചിലപ്പോൾ ഒരു MP വരെയൊക്കെ ആവാം. അങ്ങനെ MP ആയ ചില മണ്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അമ്പൂക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു വഴി അത് മാത്രമേ ഉള്ളൂ. ഇനി പറയുന്ന പോലെ എന്നിട്ട് മതേതരത്വത്തിന് വേണ്ടി വാദിക്കണം, അതാണ് അമ്പൂക്ക ചെയ്യേണ്ടത്. കേരളത്തിൽ മതേതരത്വം നിലനിൽക്കാൻ വേണ്ടി വർഗീയവാദത്തിനെതിരായിട്ട് സംസാരിക്കാൻ അമ്പൂക്കയ്ക്ക് കഴിയട്ടെ. കാരണം നിലപാടുകളില്ലല്ലോ. ഇടത് ആയിരുന്നു, ആദ്യം കോൺഗ്രസ് ആയിരുന്നു, പിന്നീട് മുസ്ലിം ലീഗ്, പിന്നെ ഇടത് സ്വതന്ത്രൻ, DMK,
തൃണമൂൽ കോൺഗ്രസ്, ഇനിയിപ്പോൾ പുതിയ രാഷ്ട്രീയ പാർട്ടി, അത് കഴിഞ്ഞാൽ ദേശീയ മുസ്ലിം പദവി സ്വീകരിച്ച് NDAയുടെ കാൽച്ചുവട്ടിലേക്ക് വീഴും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ വർഗീയതയെ പ്രതിരോധിക്കാനും മമതായിസത്തിനെയും പിണറായിസത്തിനെയും മരുമോനിസത്തിനെയും എതിർക്കാനും വേണ്ടിയിട്ടെന്ന് ഉച്ചത്തിൽ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞോളൂ. ഒരു സുഖം ചിലപ്പോൾ കേൾക്കുമ്പോഴൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.